ഫുൾ പാടാണ് ഗൈസ്, ഫുള്ള് വൈബ് ഗൈസ്, എല്ലാവരും സിംഗേഴ്സ് ആണോ. കാട്ടിൽ വീഞ്ഞു മണക്കും നടുക്കടലിൽ കൊണ്ടൽ കാട് കൊണ്ട് ചോര മണക്കും നാളെ കട കാണുമോ അതോ ഇരയാകുമോ. ഓഹോ താഴ്വരയിൽ ഓഹോ രാത്രി മുല്ല പൂക്കുമ്പോ നമ്മൾ ഇന്നൊരു ഊട്ടി ട്രിപ്പ് പോകാൻ കേട്ടോ. അതും കമ്പനിയിൽ നിന്ന് ഏകദേശം 200 പേര് കൂടെ ആയിട്ടുള്ള ട്രിപ്പാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ. ഇവിടെ നിറയെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചിമാരെ പിന്നെ നമ്മുടെ പിള്ളേർ ടീമുകളെല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ബ്രജു, ഇത് നന്ദു, ഇത് രാഹുൽ അച്ഛൻ, ഇത് നമ്മുടെ ചേട്ടന്റെ പേരിലേട്ടാ, ഇത് നമ്മുടെ രഞ്ജിത്ത്, ഇതൊന്നും കാണില്ലല്ലോ, ഇത് നമ്മുടെ സഞ്ജിത്ത് അച്ഛൻ, ഇത് നമ്മുടെ അനിലേട്ടൻ. ഇനി നമുക്ക് പോകുന്ന വഴിയിൽ കാണിച്ചുകൊണ്ടേ ഇരിക്കാം ഗൈസ്. അതെ അതെ, പൊളിക്കുക അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് വണ്ടി എടുത്തിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി, അടിപൊളിയല്ലേ ഗൈസ്. നമ്മുടെ സെക്കൻഡറി വണ്ടി കേട്ടോ. ഈ ജിയോടെ പമ്പിൽ വന്നിട്ട് തമിഴ്നാടാണ്. വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഗേൾസിന് പോകാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അവർ. ഇവിടെ പെട്രോൾ അടിച്ചാലേ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ജിയോന്റെ പമ്പ് ഭയങ്കര മോശം കേട്ടോ. അത് ലൊക്കേഷൻ ഈച്ചനാരി പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, തമിഴ്നാട്ടിലെ. പൊളാച്ചി കഴിഞ്ഞിട്ട് ഈ പമ്പില് ബാത്റൂം തരില്ല. വാഷ്റൂം ഗേൾസിന് പോയി സമ്മതിക്കുന്നില്ല. ഇവിടെ പെട്രോൾ അടിച്ചാൽ മാത്രമേ സമ്മതിക്കുള്ളൂ എന്ന് പറയുള്ളൂ. ജിയോടെ പമ്പാണ് കേട്ടോ. നമ്മളിപ്പോ ചായ കുടിക്കാണ് ഗൈസ്. ഇതവിടെ സ്പ്രൈറ്റ് ഒക്കെ ഉണ്ട്. സ്പ്രൈറ്റ് എന്തിനാന്ന് വെച്ചാ മല കയറുമ്പോൾ തലകറങ്ങും, അതുകൊണ്ടാണ് തലകറങ്ങും. ചായ കുടിച്ചോണ്ടിരിക്കാൻ. അതെ, അതിന്റെ ഇവിടെ ബൂസ്റ്റ് കുടിച്ചോണ്ടിരിക്കാൻ. ഞങ്ങൾക്ക് രണ്ടേക്കും ബൂസ്റ്റ്, പിന്നെ മൊത്തം സാധാ ചായ. ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കൊച്ചു കൊച്ചു മുറങ്ങൽ നയമ്പോ എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. ആയിരം കൂടി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ട് നീളം കാറ്റ് കണ്ണാടി പുഴയിലെ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താരങ്ങൾ മിന്നൽവാള കയ്യിലിട്ട പെണ്ണഴകേ. പാടിക്കൊണ്ടിരിക്കുന്ന രഞ്ജിത്താണ് ഗൈസ്, ഗായകൻ രഞ്ജിത്ത്. എത്തുകില്ല മാരിവിലാണു നീ കടലിന്റെ മക്കളാ കടലിന്റെ കാട്ടിൽ വീഞ്ഞു മണക്കും നടുക്കടലിൽ കൊണ്ടൽ കാട് കൊണ്ട് ചോര മണക്കും നാളെ കട കാണുമോ അതോ ഇരയാകുമോ. കടലിൽ വെള്ളം ഒരു വരയാകുമോ. മനം തന്നെ ഉന്നം ഫലമാക്കിയവനോ അവൻ തന്നെ മനം ഇരുനായകനോ. ഉള്ളം മല്ലാക്കി വെള്ളത്തിൽ നാവികനോ. കടക്കാരനോ പേരും കടൽക്കാരനോ. ഇനി വരിയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ. കടലീനാണോ കരകോയി ചേരുന്നത് ഞാനാണോ അതോ നീയാണോ. അതോ ഞാനാണോ നീയാണോ ഞാനാണോ ആരാണോ. സ്വന്തം അനുവന്റെ ഉയിരിന്നതിനെ സോങ്, ജോസഫ് സെലിവിലെ ഉയിരിന്നതിനെ സോങ് ആണ് ആലപിക്കാൻ പോകുന്നത്. അനുവട്ട തകർക്ക്.
ഇപ്പോൾ കുറച്ചൊന്നും ഉറങ്ങാൻ ഗായ്സ് 3:19 ഇതുവരെയും പാട്ടും കൂത്തൊക്കെ ഇരുന്നപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പം കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, ഉറങ്ങാൻ നോക്കാം ഗായ്സ്. ചായ കുടിക്കാൻ നിർത്തിയാൽ ഗായ്സ്. ഊട്ടി ഹില്ലിൻ്റെ മേലെയാണ് കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ട്. ഫുൾ ചായ കുടി ഗായ്സ്. കാപ്പി കാപ്പി. ഒരു 5:40 കേട്ടോ. വാഷ്റൂമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ പമ്പിലൂടെ നിർത്തിയാണേ. അത്യാവശ്യം വലിയ തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുപ്പ്. നമ്മുടെ വണ്ടി അവിടെ നിൽപ്പുണ്ട്. സൂപ്പർ ക്ലൈമറ്റ് ഗായ്സ്. ഇതേ സ്ഥലം പറഞ്ഞാൽ ഇതേ പമ്പാണ് ഇളനല്ലി എന്ന് പറയുന്ന പമ്പാണ് കേട്ടോ. ഇവിടെ തമിഴ്നാട് എല്ലാ പമ്പിലും ഇത് ഒരു ഏതിൻ്റെയാണ്? ഭാരത് പെട്രോളോ? ഭാരത് പെട്രോളിയം പമ്പാണ് കേട്ടോ. ഇവിടെ തമിഴ്നാട് എല്ലാവിടെയും അവിടെ പെട്രോൾ അടിക്കാൻ മാത്രമേ വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഒപ്പം നിറയെ ലേഡീസ് ഉള്ളതാണ് വണ്ടിയിൽ. അപ്പോൾ അവർക്ക് വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് ആശ്രയിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ എല്ലാവരും തമിഴ്നാട് ഏത് പമ്പിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് വാഷ്റൂം ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. മുമ്പ് ജിയോൻ്റെ വന്ന പോലെ തന്നെ ഇപ്പോൾ ഭാരത് പെട്രോളത്തിലും സെയിം ഇഷ്യൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കമ്പനി അധികൃതരായിരിക്കണം എക്സോർട്ട് ചെയ്യേണ്ടത്. ഭയങ്കര മോശം. പുറമേ നിന്ന് ലേഡീസാണ്, നമ്മൾ അനുസരിക്കണം. ഒരു സഹകരണമാണെന്നുള്ള കാര്യം എല്ലാവർക്കും വേണം. ഞങ്ങളും ഡ്രൈവർമാരാണ്, എല്ലാ പമ്പിൽ നിന്ന് എണ്ണ അടിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ജെൻസിനല്ല, ലേഡീസിനൊരു വേണമെന്ന് പറയുമ്പോൾ സഹകരിക്കാത്ത ഭയങ്കര മോശം. എമർജൻസി ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ വരത്തില്ലല്ലോ. ലേഡീസ് ആയതുകൊണ്ട് മാത്രം. ജെൻസ് ആണെങ്കിൽ പിന്നെ പുറത്ത് പോലെ കുഴപ്പമില്ലല്ലോ. തണുപ്പും കൂടെയല്ലേ ഇവിടെ ഗൈസ്. സത്യം നിങ്ങൾ ഊട്ടിയിലെത്തിരിക്കുക ഗൈസ്. ഊട്ടി എന്താ പറയടാ തണുക്കുന്നു ഗൈസ്. ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ അത്യാവശ്യം തണുപ്പുണ്ട്. അവിടെ 3 വണ്ടികളുണ്ട്. ഒരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? താഴ്വരയിൽ രാത്രി മുല്ല പൂക്കുമ്പോ